ഹരേ കൃഷ്ണ. ശ്രീമദ് ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അത് നമുക്ക് ഇൻവൊക്കേഷൻ പ്രേയേഴ്സ് തുടങ്ങിയിട്ട് പറയാം. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരോഭ്യശ്ച കൃപാ സിന്ധോഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ നിതായ് ഗൗര പ്രേമാനന്ദേ ഹരി ഹരി ബോൾ. ഓം ശ്രീ വിഷ്ണുപാദ പരമഹംസ പരിവൃശചരി അഷ്ടോത്തര ശതക ശിവേന്ദ്രേ അഭയാര ചരണ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് की जय. अनंत कोटि वैष्णव वृंद की जय. श्री श्री राधा माधव की जय. श्री श्री जगन्नाथ बलदेव सुभद्रमया सुदर्शन की जय. श्री पंचतत्व की जय. नित्याय गौर प्रेमानंदे हरि हरि बोल. हरे कृष्ण. ശ്രീമദ് ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഒപ്പം എൻ്റെ ശിക്ഷാഗുരുക്കന്മാർക്കും ദീക്ഷാഗുരുവിനും എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വായിക്കുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം നാദിലീല അധ്യായം 10 ശ്ലോകം 92 മുതലാണ് ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 92. പ്രഭു സമർപ്പില താൻരേ സ്വരൂപേ രഹാതെ പ്രഭുരഗുപ്ത സേവ കൈലാ സ്വരൂപേ രസാധേ. പ്രഭു സമർപ്പില താൻരേ സ്വരൂപേ രഹാതെ പ്രഭുരഗുപ്ത സേവ കൈലാ സ്വരൂപേ രസാധേ. രഘുനാഥ ദാസ ഗോസ്വാമി ജഗന്നാഥപുരിയിൽ ചൈതന്യ മഹാപ്രഭുവിനെ സമീപിച്ചപ്പോൾ മഹാപ്രഭു അദ്ദേഹത്തിന്റെ സംരക്ഷണം തന്റെ കാര്യദർശിയായ സ്വരൂപ ദാമോദരനെ ഏൽപ്പിച്ചു. അപ്രകാരം അവർ ഇരുവരും അവിടുത്തെ സ്വകാര്യ സേവനത്തിൽ മുഴുകി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകളാണ്. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹത്തിന്റെ യുഗധർമ്മമായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിന്റെ, അതേപോലെ ശ്രീമദ് ഭാഗവത തത്വങ്ങള്, അതേപോലെ അചിന്യ ഭേദാഭേദ തത്വം, സംബന്ധ അഭിധേയ പ്രയോജന, ഇതെല്ലാം നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭുവിനോട് ചേർന്ന് പ്രചരണത്തിൽ ഏർപ്പെട്ട ഗോസ്വാമിമാര്, അതുപോലെ അദ്ദേഹത്തിനോടൊപ്പം നിന്ന അദ്ദേഹത്തെ മറ്റു ഭക്തന്മാര്, അനുയായികള്, രൂപഗോസ്വാമിയുടെ പിൻഗാമികള്, ഇപ്പൊ ഇവരെല്ലാം, ഹരിദാസ് താക്കുറ, ഇപ്പൊ ഇവരെ, അതുപോലെ പഞ്ചതത്വത്തിലെ ശക്തികള്, ഇപ്പൊ ഇതെല്ലാവരും തന്നെ ഭഗവാനെ ഒരേപോലെ, അതായത് ഭഗവാനോടൊപ്പം നിന്ന് ഈ ചൈതന്യ വൃക്ഷം, അതായത് ഈ വലിയ വടവൃക്ഷത്തെ, അത് ഭക്തിയുടെ ഈ വൃക്ഷത്തിന്റെ ശാഖകളുമായിട്ട്, പൂക്കളും കായ്കളുമായിട്ട്, അതിന്റെ ഫലങ്ങളെ ഓരോരുത്തർക്കും നൽകാനായിട്ട് അവര് ഭഗവാനെ എന്താ പറയാ, അസിസ്റ്റ് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു. അപ്പം ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കാനായിട്ട് ഓരോ ഈ ശാഖകളിലെ ഓരോ ഭക്തരും അവരവരുടേതായ റോളുകൾ കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ അവരവരുടെ റോളുകൾ അത് ശരിയായ രീതിയിൽ നിർവഹിച്ചു. അപ്പം 46-ാമത്തെ ശാഖയാണ് ശ്രീല രഘുനാഥദാസ ഗോസ്വാമി. അപ്പൊ അത് 91-ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരിൽ ഒരാളായിരുന്നു ശ്രീല രഘുനാഥദാസ ഗോസ്വാമി. അദ്ദേഹം സർവവും ത്യജിച്ച് മഹാപ്രഭുവിനെ ശരണം പ്രാപിച്ച് അവിടുത്തെ പാദാശ്രയത്തിൽ വസിച്ചു. അപ്പൊ നമ്മള് ഈ ശ്ലോകത്തിൽ 92-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, രഘുനാഥദാസ ഗോസ്വാമി ജഗന്നാഥപുരിയിൽ ചൈതന്യ മഹാപ്രഭുവിനെ സമീപിച്ചപ്പോൾ മഹാപ്രഭു അദ്ദേഹത്തിന്റെ സംരക്ഷണം തന്റെ കാര്യദർശിയായ സ്വരൂപ ദാമോദരനെ ഏൽപ്പിക്കുകയും പ്രകാരം അവർ ഇരുവരും അവിടുത്തെ സ്വകാര്യ സേവനത്തിൽ മുഴുകുകയും ചെയ്തു. അപ്പം ഈ രഘുനാഥദാസ ഗോസ്വാമിയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹത്തിന്റെ ഏറ്റവും സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ രഘുനാഥദാസ ഗോസ്വാമി. അപ്പം അദ്ദേഹത്തിന്റെ പിതാവിനൊക്കെ ഉള്ള ആ വരുമാനം, അതായത് 500 വർഷങ്ങൾക്ക് മുൻപ് പിതാവിന്റെ വരുമാനം എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയായിരുന്നു. ഇതിപ്പോ ഒരു പക്ഷേ അതായത് മില്യൺസ് ഓഫ് റുപ്പീസ് വരും. അതായത് അദ്ദേഹത്തിന്റെ അതുപോലെയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ വരുമാനം. അവര് അത്രമാത്രം ഈ ജന്മികൾ എന്നൊക്കെ പറയുന്ന ഭൂസ്വത്തുക്കളൊക്കെ ഒരുപാട് കൈവശം വെച്ച് അനുഭവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഈ രഘുനാഥദാസ ഗോസ്വാമി അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഭൗതിക ജീവിതത്തിനോട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പരിശുദ്ധ ഭക്തന്മാരായിട്ടുള്ള ഹരിദാസ് താക്കുറയെ പോലുള്ള ഭക്തന്മാരിൽ നിന്നും ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഹോബി. അപ്പം ഇതൊക്കെ ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കിട്ടാൻ ഇടയായി. അപ്പൊ നമ്മള് ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും ഭഗവാന്റെ ലീലകളോട് കൂടുതൽ
ആസക്തി വളർത്തിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു അന്ന് ശാന്തിപുരത്തിൽ വെച്ച് ഈ രഘുനാഥദാസ ഗോസ്വാമിക്ക് അദ്ദേഹത്തിന്റെ എല്ലാവിധ കാരുണ്യവും അദ്ദേഹം ചൊരിഞ്ഞു കൊടുത്തു. അപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ മിഷനിൽ ചേരാനുള്ള വളരെ വലിയ വ്യഗ്രതയായിരുന്നു അദ്ദേഹത്തിന്. പല പ്രാവശ്യം തന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം പൊളിച്ചോടി ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ചേരാനായിട്ട്. അന്നേരമൊക്കെ പിന്നെ ചൈതന്യ മഹാപ്രഭു തന്നെ പറയും, പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ആളിനെ വിട്ടിട്ട് തിരിച്ചു കൊണ്ടുപോകും. അപ്പൊ അതിന് കുറെ അനുയായികളെയും അദ്ദേഹത്തിനെ നോക്കാനായിട്ട് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പിന്നെ അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോ അപ്പൊ ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ്, നീ ഇപ്പോഴേ വരണ്ട, കുറച്ചുകൂടെ ക്ഷമയോട് കൂടിയിരിക്കുക, വീട്ടിൽ ജീവിക്കുക, എന്നിട്ട് ഈ എന്താ പറയാ ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ വിഷയങ്ങളുണ്ടല്ലോ, അപ്പൊ അതിനെ പരിത്യാഗമായിട്ട് ആ ഒരു സ്പിരിറ്റിലൂടെ കാണുക. പിന്നെ അതുപോലെ പുറമെ ഇപ്പൊ ബാഹ്യദൃഷ്ടിയ നമ്മൾ എന്ത് ചെയ്യണം, നിന്റെ ലൗകിക കാര്യങ്ങളെ നീ കർത്തവ്യങ്ങള് നിറവേറ്റണം. അതുപോലെ ഒപ്പം തന്നെ ആന്തരികമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാതാര ബിന്ദങ്ങളോടുള്ള അനിതര സാധാരണമായിട്ടുള്ള ആസക്തി തീവ്രമാക്കി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ കൃഷ്ണന്റെ അനുഗ്രഹം നിന്നിൽ ഉണ്ടാവും. അപ്പൊ നിനക്ക് എന്നോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങള് പല പ്രാവശ്യം രഘുനാഥദാസ ഗോസ്വാമി തന്റെ വീടും ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് വരുമ്പോ ഭഗവാൻ ഉപദേശിച്ചു, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നീ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ. അപ്പൊ പെട്ടെന്ന് തന്നെ, കാരണം നിനക്ക് ചില കർത്തവ്യങ്ങളുണ്ട്, നിന്റെ മാതാപിതാക്കളുണ്ട്, അപ്പം അവര് പിന്നെ നിന്നെ വളരെ ശ്രദ്ധയോടെ നിന്നെ പരിപാലിക്കുന്നവരാണ്. അപ്പൊ നീ ബാഹ്യദൃഷ്ടിയ അവരോടൊപ്പം നിന്നിട്ട് പരിത്യാഗം എന്നുള്ള നിലയിൽ നിന്റെ മനസ്സിനെ നീ വളർത്തിയെടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ മഹാപ്രഭു അദ്ദേഹത്തിന് നൽകി. പക്ഷേ ഈ രഘുനാഥദാസ ഗോസ്വാമി എപ്പോഴും റെസ്റ്റ്ലെസ് ആണ്. എപ്പം എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ചേരാം, എപ്പോ പോയി എന്ന് മുതൽ എനിക്ക് അദ്ദേഹത്തെ പോയി സേവനം ചെയ്യാം. അപ്പൊ ഇപ്പം അവരൊക്കെ എന്ന് വെച്ചാൽ ഗോസ്വാമിമാരാണ്. നമുക്കൊരിക്കലും അവരുടെ പാതാരബിന്ദങ്ങളെ പിന്തുടരുക എന്നല്ലാതെ ഒരിക്കലും നമുക്ക് മാരെ അനുകരിക്കാൻ പറ്റില്ല. അനുസരണയോടുകൂടി അവര് പറഞ്ഞു തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളെ നമ്മൾ പാലിക്കുക, അനുസരണയോടുകൂടി. അപ്പം ഈ ഒറ്റ മകനായതുകൊണ്ട് അപ്പൊ അച്ഛന് പിന്നെ എന്ത് വിചാരിച്ചു, അദ്ദേഹത്തിന്റെ പിതാവ് വിചാരിച്ചു, ഒക്കെ ഇവൻ ഇത്രയും പിന്നെ എന്താണ് പരിത്യാഗിയായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നവനാണല്ലോ, എനിക്ക് ഒരു മകനെ ഉള്ളു താനും, പിന്നെ അപ്പൊ ഇനി എന്താ ചെയ്യുക, ഇത്രയും പണവും വസ്തുവകളും ഒക്കെ നോക്കി നടത്തണ്ടേ. അപ്പൊ അതുകൊണ്ട് നിനക്ക് അവന് ഒരു നല്ല ഒരു അതിസുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെങ്കിലും ഭൗതിക ജീവിതത്തോട് അട്രാക്ഷൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ രഘുനാഥദാസ ഗോസ്വാമിക്ക് അങ്ങനെ ഒരു ആകർഷണം ആ പെണ്ണിനോടും ഉണ്ടായില്ല. അപ്പം ആ ഈ വീടിനുള്ളിൽ പോലും പ്രവേശിക്കത്തില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് പുറത്ത് കിടന്നായിരുന്നു അദ്ദേഹം ഉറങ്ങുന്നത് വരെ. അപ്പൊ അദ്ദേഹം പിന്നെ അങ്ങനെ വിഷയത്തിലേക്ക്, അതായത് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ഭൗതിക വിഷയങ്ങളോട് അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും തോന്നിയില്ല. ഒരു ടേസ്റ്റും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പിന്നീട് ആണ് ചൈതന്യ മഹാപ്രഭുവിന്റെ മിഷനിൽ ചേർന്ന് രഘുനാഥദാസ ഗോസ്വാമിയായി മാറിയത്. നേരത്തെ രഘുനാഥനെ ഉള്ളായിരുന്നു പേര്, രഘുനാഥൻ. പക്ഷെ പിന്നീട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ മിഷനിൽ ജോയിൻ ചെയ്ത് അദ്ദേഹം രഘുനാഥദാസ ഗോസ്വാമിയായി. അപ്പൊ എന്നിട്ട് ഈ രഘുനാഥദാസ ഗോസ്വാമിയെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനുണ്ട്.
അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ എനിക്കറിയില്ല. അദ്ദേഹം നിമിത്തമാണ് നമുക്ക് പാനിഹട്ടി മഹോത്സവം. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് വരുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ അദ്ദേഹം എന്താ നിത്യാനന്ദ പ്രഭുവിനെ കാണാനായിട്ട് പോയി. അപ്പൊ നിത്യാനന്ദ പ്രഭു ഇങ്ങനെ എല്ലാവരുടെയും അടുത്തിരുന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെ വന്ന് നിന്നിട്ട് അദ്ദേഹം നേരിട്ട് വന്ന് നിത്യാനന്ദ പ്രഭുവിനെ നമസ്കരിക്കാതെ ദൂരെ വന്ന് നിന്ന് പ്രണാമങ്ങൾ അർപ്പിച്ചു. അപ്പൊ അങ്ങനെ ദൂരെ വന്ന് നിന്ന് പ്രണാമങ്ങൾ അർപ്പിച്ചത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നിത്യാനന്ദ പ്രഭുവിന് മനസ്സിലായി ഇത് ശ്രീ രഘുനാഥദാസ ഗോസ്വാമിയാണെന്ന്. അപ്പൊ ഉടൻ തന്നെ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, നീ കള്ളനാണ്, നീ എന്തുകൊണ്ടാണ് എന്നെ നേരിട്ട് വന്ന് കാണാനും പ്രണാമങ്ങൾ അർപ്പിക്കാനും മുതിരാതെ നീ പിന്നെ ദൂരെ മാറി ഒളിച്ചു നിന്ന് നീ പ്രണാമങ്ങൾ അർപ്പിച്ചത്? അതുകൊണ്ട് നീ കള്ളനാണ്, നിനക്ക് ഞാനൊരു ശിക്ഷ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ വന്നു ചേർന്നിട്ട് ഈ വില്ലേജിലുള്ള സകല ആൾക്കാർക്കും നീ പ്രസാദം കൊടുക്കണം. അതെന്ത് പ്രസാദമാണ്? അവിലിന്റെ പ്രസാദം കൊടുക്കണം. അവില്, അതായത് ദഹി മഹോത്സവം എന്നാണ് അതിന് പറയുന്നത്. അപ്പം അതായത് ഈ അവല് കൊണ്ടുവന്നിട്ട് അത് പല ഭാഗങ്ങളായി വിഭജിച്ച് അതിനകത്ത് മധുരമുള്ളതും ഉപ്പുള്ളതും, അതായത് അവലിനകത്ത് തൈര് ഒഴിച്ച് ദഹി ഒഴിച്ചിട്ട് അങ്ങനെ ഒരു പാർട്ട്, പിന്നെ അതുപോലെ പിന്നെ ഫ്രൂട്ട്സ് ഇട്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട്, പാലൊഴിച്ചത്, മധുരമിട്ടത്, അങ്ങനെ പല വിധത്തിൽ ഈ അവലിനെ ഓഫർ ചെയ്യണം, അല്ലെങ്കിൽ ഭഗവാന് നിവേദിക്കണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആ ഒരു അഭ്യർത്ഥനയുടെ അത് അദ്ദേഹം ഒരു ശിക്ഷ പോലെയാണ് കൊടുത്തത്. അപ്പം എന്താണ്, ഈ വില്ലേജിലെ സകല ആൾക്കാർക്കും കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ധാരാളം പണമുള്ള ആളാണ്. അത് നിത്യാനന്ദ പ്രഭുവിന് അറിയാം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു നമസ്കരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ പാദങ്ങള് ഈ രഘുനാഥദാസ ഗോസ്വാമിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. അങ്ങനെ ആ ഒരു വലിയ മഹോത്സവം പാനിഹട്ടി എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു നടന്നത്. അപ്പൊ അങ്ങനെയാണ് പാനിഹട്ടി മഹോത്സവം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അന്ന് ഈ രഘുനാഥദാസ ഗോസ്വാമിക്ക് നിത്യാനന്ദ പ്രഭു കൊടുത്ത ഒരു പണിഷ്മെന്റ് ആണ്. അപ്പം അതിന് ഒരുപാട് ഈ പറഞ്ഞതുപോലെ അവല് കൊണ്ടുവന്ന് വിവിധ തരത്തിലുള്ള വിവിധ ഇനം ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഒരുപാട് പലതരത്തിലുള്ള ഡെക്കറേറ്റ് ചെയ്ത കുംഭങ്ങളെ, ഈ കലങ്ങളില്, മൺകലങ്ങളില്, പോട്ടില് അത് നിറച്ച് അത് വളരെ എന്താ പറയാ മനോഹരമായ ഒരു ഉത്സവം പോലെ കൊണ്ടാടി. അങ്ങനെ അവരെല്ലാവരും അത് ആഘോഷിച്ചു. എല്ലാ വില്ലേജേഴ്സെല്ലാം ഇത് അറിഞ്ഞു കേട്ട് ഇവിടെ പ്രസാദം കൊടുക്കുന്നെന്ന് അറിഞ്ഞിട്ട് വില്ലേജിലെ സകല ആൾക്കാരും വന്നു. ഇദ്ദേഹം ഒരുപാട് പ്രസാദത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വാങ്ങി കൂട്ടി ഒരുപാട് ആൾക്കാർക്ക് പ്രസാദം നൽകി. നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിനെ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിനും പ്രസാദം സേവ ചെയ്തു, വിതരണം ചെയ്തു. അങ്ങനെ രഘുനാഥദാസ ഗോസ്വാമി ഒരു വലിയ ഒരു ഉത്സവം തന്നെ നടത്തി, പാനിഹട്ടി മഹോത്സവം. അപ്പൊ ഇന്നും അത് നമ്മുടെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ നമ്മൾ ആചരിക്കുന്ന ഒരു ഉത്സവമാണ് പാനിഹട്ടി മഹോത്സവം. അപ്പൊ അങ്ങനെ അദ്ദേഹം പിന്നീട് ചൈതന്യ മഹാപ്രഭുവിന്റെ മിഷനിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. അപ്പം ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനോട് അപ്പം ഈ ജഗന്നാഥപുരിയിലാണ് ചൈതന്യ മഹാപ്രഭുവിനെ കണ്ട് അദ്ദേഹം സേവിക്കാൻ തുടങ്ങിയതൊക്കെ. അപ്പം അത് ഗുപ്ത സേവനം എന്നാണ് പറയുന്നത്, മഹാപ്രഭുവിന്റെ വപു സേവനം. അതായത് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ അന്നൊക്കെ ജഗന്നാഥപുരിയില് ദാമോദര അതായത് സ്വരൂപ ദാമോദരനായിരുന്നു ഭഗവാനെ സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹം ഭഗവാന്റെ സ്നാനം, ഭക്ഷണം, നിദ്ര, വിശ്രമം, പിന്നെ അതുപോലെ തിരുമല് തുടങ്ങിയ കാര്യങ്ങൾ പേഴ്സണലായിട്ട് അദ്ദേഹം തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സ്വരൂപ ദാമോദരനെ സഹായിക്കാൻ രഘുനാഥദാസ ഗോസ്വാമിയും കൂടെ കൂടി. അതാണ് വാപ്പു സേവ എന്ന് പറയുന്നത്. നമ്മൾ 2 തരത്തിൽ ഗുരുക്കന്മാരെ സേവിക്കും.
വാണി സേവയും ബാപ്പു സേവയും. വാണി സേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുക, അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സ് ഒക്കെ നമ്മൾ ശ്രവിക്കുക. ഇപ്പൊ നമ്മുടെ ഗുരുവിന്റെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ശ്രീല പ്രഭുപാദിന്റെ പിന്നെ എന്താ പ്രഭാഷണങ്ങൾ കേൾക്കുക, ഗുരുവിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുക, അദ്ദേഹത്തിന്റെ ബുക്കുകൾ വായിക്കുക, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ അതേപടി അനുസരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് വാണി സേവ. ബാപ്പു സേവ എന്ന് വെച്ചാൽ നേരിട്ട് ശരീരത്തെ സേവിക്കുക. അപ്പൊ മിക്ക ആൾക്കാർക്കും തൻ്റെ ഗുരുക്കന്മാരെ ശിഷ്യന്മാർക്ക് തൻ്റെ ഗുരുക്കന്മാരെ ബാപ്പു സേവ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാവർക്കും അത് ചില സമയത്ത് അനുവദിച്ച് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഗുരുവിനെ അതേപോലെ ഒരുപാട് ഭക്തന്മാര് ശിഷ്യന്മാര് കാണും. അപ്പൊ അതിനിപ്പോ നമ്മുടെ മസ്കറ്റിലൊക്കെ ആയാലും ഗുരു ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ സർവീസ് ഡിവൈഡ് ചെയ്ത് ഓരോ ഗ്രൂപ്പിന് കൊടുത്ത് അവരങ്ങനെയാണ് ബാപ്പു സേവ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പ്രസൻസിൽ, സാന്നിധ്യത്തിൽ. വാണി സേവ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ രഘുനാഥദാസ ഗോസ്വാമി ഭഗവാനെ ബാപ്പു സേവയിലാണ് ഏർപ്പെട്ടത്. അപ്പോ ചൈതന്യ മഹാപ്രഭുവിനെ ജഗന്നാഥപുരിയിൽ വെച്ച് അങ്ങനെ ഗോസ്വാമി രഘുനാഥദാസ ഗോസ്വാമി ജോയിൻ ചെയ്തിട്ട് അങ്ങനെ 16 വർഷം ഭഗവാനെ സേവിച്ചു. അപ്പം രഘുനാഥദാസ ഗോസ്വാമി അദ്ദേഹത്തിന്റെ സ്വരൂപ ദാമോദരയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യാഗുരു. അപ്പൊ അദ്ദേഹം പിന്നെ വളരെ ബ്രീഫായിട്ടുള്ള ശിക്ഷണങ്ങളാണ് ഇദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭു എങ്ങനെ നീ സേവിക്കണം. അപ്പൊ നിനക്ക് അതിപ്പോ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു മൂഡുണ്ടാകണം ഗുരുവിനെ സേവിക്കുമ്പോൾ. ഇപ്പൊ ഗുരുവിനെ സേവിക്കുക അല്ലെങ്കിൽ ഭഗവാനെ സേവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ഭാവം ഉണ്ടാകണം. അപ്പൊ ആക്ച്വലി ഈ ഗോസ്വാമി അഷ്ടകത്തിൽ പറയുന്നുണ്ട്, അതായത് ഗോപീഭാവം, എപ്പോഴും അവര് ഗോപീഭാവത്തിലാണ് ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്നത്. ഗോപീഭാവം എന്ന് വെച്ചാൽ എന്താണ്? ഗോപികമാരാണ്, അതായത് അതായത് ഗോപീഭാവത്തില്, അതായത് വ്രജകന്യകമാര് ഭഗവാനെ സേവിക്കുന്ന ഉപാസന വ്രജവധു എന്നാ പറയുന്നത്. അതായത് ഈ ഗോപികമാര്, വ്രജവധുക്കളായ ഗോപികമാര് ഭഗവാനെ സേവിച്ചത് അതായത് ഭഗവാനോടുള്ള ആരാധന, ഉപാസന എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഉപാസന. അപ്പൊ അതേപോലെ ഭഗവാനെ സേവിക്കുന്നത് അതിനുള്ളൊരു മനോഭാവം, ഒരു മൂഡ്. ഇപ്പൊ നമ്മൾ രസമെന്നും പറയാതെ, ഇപ്പൊ ദാസ്യഭാവം അല്ലെങ്കിൽ സഖ്യഭാവം അല്ലെങ്കിൽ വാത്സല്യഭാവം അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ശാന്തഭാവം അല്ലെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ഗോപീഭാവം അല്ലെങ്കിൽ എന്താ മാധുര്യരസം, സ്വകീയ ഭാവം. രാജ്ഞിമാര് ഭഗവാനെ ആരാധിച്ചത് സ്വകീയ ഭാവത്തിലാണ്. പിന്നെ അതുപോലെ ഗോപികമാര് പരകീയ ഭാവത്തിൽ. അപ്പൊ പരകീയ ഭാവമുണ്ട്, സ്വകീയ ഭാവമുണ്ട്. സ്വകീയ ഭാവം രാജ്ഞിമാര് സ്വന്തം വിവാഹത്തിൽ കൂടി പത്നിമാരുമായിട്ടുള്ള ജീവിത ബന്ധം, അതാണ് സ്വകീയ ഭാവം എന്ന് പറയുന്നത്. പരാകീയ ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് വിവാഹത്തിന് പുറത്തുള്ള സ്ത്രീകൾ, അങ്ങനെയുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, അതാണ് പരാകീയ ഭാവം. അതാണ് ഗോപികമാരുമായിട്ടുള്ള ഭഗവാന്റെ ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള രസങ്ങള്, ഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഭഗവാനെ സേവിക്കുമ്പോഴാണ്, അപ്പൊ നമ്മളോട് നമ്മുടെ ആചാര്യന്മാര് പറയുന്നത് നമ്മൾ എപ്പോഴും ദാസ്യഭാവത്തിൽ ഭഗവാനെ ആരാധിക്കണം എന്നാണ്. ആ ഭാവം വരുമ്പോഴേ നമുക്ക് വിനയം ഉണ്ടാകത്തുള്ളൂ, എളിമത്വം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? മറ്റുള്ളവരെല്ലാരും എളിമയോടുകൂടി തന്നെയാണ്, പക്ഷെ എന്നാലും ദാസ്യഭാവത്തിന് കുറച്ചുകൂടി എളിമത്വം കൂടും, വിനയം കൂടും. അതൊക്കെയാണ് നമുക്ക് ആചാര്യന്മാര് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കുന്നതിന് വേണ്ടി ചൈതന്യ മഹാപ്രഭു തന്നെ അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ്, അതായത് അദ്ദേഹത്തിന്റെ ശിക്ഷണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഭൗതികമായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടാൻ പാടില്ല. ഭൗതികമായിട്ട് പലരും, ഇപ്പം നമ്മൾ തന്നെ ഭൗതികമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പം അവര് പറയുന്നതെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള വേൾഡ്ലി അഫയേഴ്സിനെ കുറിച്ച് കേൾക്കാൻ നമ്മൾ നിന്നു കൊടുക്കരുത്.
അതുപോലെ തന്നെ നമ്മൾ വലിയ അതായത് വലിയ തരത്തിലുള്ള അതായത് പാലറ്റബിൾ ഫുഡ്, വലിയ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഒന്നും ഉണ്ടാക്കി കഴിക്കാം. ഈവൻ പ്രസാദമായാൽ പോലും നമ്മൾ വലിയ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ, കാരണം നമുക്ക് അതിനകത്തോട്ടും അറ്റാച്ച്മെന്റ് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വലിയ ഫാൻസി ക്ലോത്ത്സുകൾ, അതായത് വലിയ ആഡംബര വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴും ഭഗവാന്റെ തിരുനാമം ജപിക്കുക. അതുപോലെ തന്നെ അതാണ് അമാനിന മാനദേന, നമ്മൾ എപ്പോഴും ബഹുമാനം കാക്ഷിക്കാതിരിക്കുക, മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം കാക്ഷിക്കാതിരിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നമ്മുടെ ഹൃദയത്തില് രാധയും കൃഷ്ണനും, വൃന്ദാവനത്തിലെ രാധാകൃഷ്ണന്മാരെ സേവിക്കുക. അവരുടെ ഏതെല്ലാം തരത്തിൽ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് അവരെ സേവിക്കാൻ പറ്റും, അതാണ് മാനസ പൂജ എന്ന് പറയുന്നത്, മാനസ പൂജ. അപ്പൊ നമ്മളിപ്പോ ആചാര്യന്മാർക്കായാലും മഹാപ്രഭുവിനായാലും ഭഗവാന്റെ രാധാറാണിക്കും കൃഷ്ണനും ആണെങ്കിൽ നമുക്ക് എപ്പോഴും മാനസ പൂജ ചെയ്യാം. നമ്മളിപ്പം നേരിട്ട് ഇപ്പൊ ഈ ആചാര്യന്മാരെല്ലാം കൂടുതലും അങ്ങനെയാണ് ചെയ്യുന്നത്, കാരണം അവർക്ക് നേരിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും കാണത്തില്ല ഭഗവാനെ സേവിക്കാൻ. ഇപ്പൊ നമ്മള് ഈ ഭക്തിരസാമൃത സിന്ധുവിൽ ഒരു ബ്രാഹ്മണനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ ദരിദ്രനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമാണ് ഭഗവാനെ പലവിധ നല്ല നല്ല ടോപ്പ് ലെവലിലുള്ള ഫുഡൊക്കെ, ഡെലീഷ്യസ് ഫുഡൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ഭഗവാന് നിവേദിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. സ്വർണ്ണ തളികയില ഒരുപാട് തരത്തിലുള്ള പ്രസാദങ്ങൾ ഉണ്ടാക്കി ഭഗവാന് നിവേദിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ആശമനമൊക്കെ എടുത്തിട്ട് ഒരിടത്ത് പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യും. ഞാൻ വലിയ വലിയ സ്വർണ്ണ പാത്രത്തില് ഒരുപാട് തരത്തിലുള്ള ഉണ്ടാക്കി ഭഗവാനെ അവിടെ ഇരുത്തിയിട്ട് ഭഗവാന്റെ മുന്നിൽ അതെല്ലാം നിവേദിക്കുന്നു. അപ്പൊ അങ്ങനെയാണ്, അതാണ് മാനസ പൂജ അല്ലെങ്കിൽ മാനസ സേവ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഇവരൊക്കെ മാനസി സേവ ആചാര്യന്മാരാണ്. കാരണം അവർക്ക് നേരിട്ട് ഭഗവാൻ, ഗോസ്വാമിമാരൊക്കെ എന്ന് വെച്ചാൽ അവര് വൃക്ഷച്ചുവട്ടിലും അതുപോലെ ഇപ്പം ജഗന്നാഥപുരിയിൽ തന്നെ പോയി പുറത്തുമൊക്കെ ജീവിക്കുന്നവരാണ്. അവർക്ക് ഇപ്പൊ നമ്മളൊക്കെ ഗൃഹസ്ഥരെ പോലല്ല അവരെല്ലാം ഗൃഹസ്ഥ ജീവിതവും ലൗകിക ജീവിതവും ഒക്കെ ഉപേക്ഷിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ നേരിട്ട് ഭഗവാനെ സേവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാനസി സേവ എന്ന് പറയുന്നത്, മനസ്സുകൊണ്ട് ഭഗവാനെ സേവിക്കുക. അപ്പം അവര് ഈ ദരിദ്ര ബ്രാഹ്മണൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ഭഗവാന് ഡെലീഷ്യസ് ആയിട്ടുള്ള പോകയൊക്കെ ഒരുക്കി അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്ന് എല്ലാം വെച്ചു, ഒരുപാട് സ്വർണ്ണ തളികയിലെല്ലാം വെച്ച്. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നി പായസത്തെ ഇത്തിരി ചൂട് കൂടുതലാണ്. അപ്പൊ അദ്ദേഹം ഒരു വിരല് കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയപ്പോ പെട്ടെന്ന് അദ്ദേഹം കൈവലിച്ചു, അദ്ദേഹത്തിന്റെ വിരല് പൊള്ളി, അത്ര ചൂടായിരുന്നു. കാരണം യഥാർത്ഥത്തിൽ അദ്ദേഹം ഓഫർ ചെയ്യല്ല, അദ്ദേഹം മനസ്സുകൊണ്ട് മാനസികമായിട്ട് അദ്ദേഹം ഭഗവാനെ സേവിക്കുകയാണ്. പക്ഷെ അത് ഭഗവാൻ യാഥാർത്ഥ്യമാക്കി കൊടുത്തു. അവരുടെ ആ ധ്യാനത്തിന്റെ ശക്തിയാണ്, അല്ലെങ്കിൽ അവരുടെ സാധനയുടെ ശക്തിയാണത്. അതേപോലെ തന്നെയാണ് ഈ ആചാര്യന്മാരെല്ലാവരും. അപ്പൊ അങ്ങനെ അദ്ദേഹം എന്താ പറയാ, ഈ ഭഗവാനെ ഇങ്ങനെ അങ്ങനെ മനസ്സുകൊണ്ട് മാനസ പൂജ ചെയ്താണ് അദ്ദേഹം ഭഗവാനെ ആരാധിച്ചിരുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഈ സ്വരൂപ ദാമോദരനെ അദ്ദേഹം ശക്തി പകർന്നു നൽകി. ഇപ്പൊ നമ്മളെ ചില ആചാര്യന്മാർക്കൊക്കെ ശക്തി ആവേശ അവതാരം എന്നും പറഞ്ഞ് ഭഗവാന്റെ അവതാരമുണ്ട്. പക്ഷെ ചില ആചാര്യന്മാരെ ഭഗവാൻ എംപവർ ചെയ്യും, ഭക്തന്മാരെ എംപവർ ചെയ്യും. എന്തിനു വേണ്ടിയാണ്? കൂടുതൽ പ്രീച്ചിങ്ങിന് വേണ്ടി, കൂടുതൽ സേവ ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവരെയൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഭഗവാൻ അവരെ എംപവർ ചെയ്യാറുണ്ട്, ശക്തി ആവേശിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ സ്വരൂപ ദാമോദര പ്രഭുവിനെ ചൈതന്യ മഹാപ്രഭു എംപവർ ചെയ്തിരുന്നു. അപ്പം ശ്രീല ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നത് എന്താണ്, അതായത് എൻ്റെ ഈ അതായത് റൈറ്റിങ്സ്, അതായത് ഗ്രന്ഥരചനയിലൂടെ രാസതത്വം അതിൻ്റെ ആ
ആ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യണം. അതായത് രാസതത്വത്തെ പിന്നെ എന്താ റൈറ്റിങ്സിലൂടെ, ഇപ്പൊ തന്നെ ഭക്തിരസാമൃത സിന്ധു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഭക്തിരസാമൃത സിന്ധു എന്ന് പറയുന്ന കംപ്ലീറ്റ് ഭക്തിയുടെ അല്ലെങ്കിൽ ആ രസത്തിന്റെ അല്ലെങ്കിൽ ആ ഭാവത്തിന്റെ മൂർത്തിഭാവമാണ് ഈ ഭക്തിരസാമൃത സിന്ധു. അതിനകത്ത് അവര് രചിച്ചു വെച്ചിരിക്കുന്നത് അതാണ്. ഗ്രന്ഥങ്ങളിൽ കൂടെ നിങ്ങള് ഈ രസതത്വം അത് നിങ്ങൾ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ രഘുനാഥദാസ ഗോസ്വാമി പകരം എന്താ ചെയ്തത്? അപ്പം എന്താണ്, അതായത് എങ്ങനെ രാധാകൃഷ്ണന്റെ സേവനത്തിൽ അതായത് അദ്ദേഹം അത് കാണിച്ചു കൊടുക്കുകയാണ്, ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹരേ കൃഷ്ണ. അപ്പൊ അതായത് ഗോപീഭാവ രസാമൃതാബ്ധി ലഹരി കല്ലോല മക്നൂർ മുഹൂർ എന്ന് പറയുന്നുണ്ട്. അതായത് മാനസ സേവയിലൂടെ ഭഗവാന്റെ രാധാകൃഷ്ണന്റെ സേവനത്തില് കൃഷ്ണനെയും കുറിച്ച് നമ്മൾ മനസ്സുകൊണ്ട് അവരെ സ്മരിച്ച് നമ്മള് എല്ലാ ദിവസവും 8 പ്രാവശ്യം നമ്മള് ഭഗവാനെ ആ സ്മരണയിലൂടെ, ഇപ്പൊ നമ്മള് ജഗന്നാഥപുരിയിലെ പറയത്തില്ല 8 പ്രാവശ്യമാണ് അവിടുത്തെ ഭോഗ ആരാധന. അപ്പൊ അതേപോലെ നമ്മൾ 8 പ്രാവശ്യം, അതായത് നമ്മളിപ്പോ നമ്മളോട് പറഞ്ഞു തരുന്ന സാധാരണ ഭാവത്തിൽ പറയുന്നത് ഇനിയിപ്പോ 3 പ്രാവശ്യം ഗുരുവിനെ സ്മരിക്കണമെന്ന്. പക്ഷെ ഭഗവാനെ രാവിലെ വെളുപ്പിനെ മുതല് നമ്മള് രാത്രി കിടക്കുന്നതും വരെ ആചാര്യന്മാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വളരെ കുറവാണ്. രഘുനാഥദാസ ഗോസ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ 2-2.5 മണിക്കൂറൊക്കെ ഒരു ദിവസം ഉറങ്ങത്തുള്ളായിരുന്നു. അപ്പൊ അപ്പൊ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റുള്ള സമയങ്ങളെല്ലാം ഭഗവാന്റെ ആത്മീയ ലോകത്തെ എന്താ പറയാ ലീലകള് അദ്ദേഹം നേരിൽ കണ്ടുകൊണ്ട്, അപ്പൊ അങ്ങനെയായിരുന്നു അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ അതീന്ദ്രിയമായിട്ടുള്ള ലീലകളില് രഘുനാഥ ഗോസ്വാമി ജഗന്നാഥപുരിയിൽ വെച്ച് അദ്ദേഹം ദൃക്സാക്ഷിയാണ്. ഈ എന്താ പറയാ ഭഗവാന്റെ ലീലകളില് ഓരോന്നും അദ്ദേഹമാണ് ദൃക്സാക്ഷിയായിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം സ്വരൂപ ദാമോദരന്റെ ഈ ഡയറിയില്, അദ്ദേഹത്തിന്റെ ഡയറിയിലെല്ലാം സ്വരൂപ ദാമോദര ഓരോ ദിവസത്തെയും ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെ കുറിച്ചൊക്കെ അദ്ദേഹം നോട്ട് എഴുതി വെക്കുമായിരുന്നു ഡയറിയില്. ഈ ഡയറി നോട്ട്സ് ഒക്കെ വായിച്ചും അതിനകത്ത് അങ്ങനെ ആക്ച്വലി കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി തന്നെ ഈ സ്വരൂപ ദാമോദരയുടെ ഈ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ കൂടുതലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ആക്ച്വലി അതൊരു എന്താ പറയുക, അതൊരു വലിയ ഗിഫ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്. ഈ സ്വരൂപ ദാമോദരയുടെ ഈ മെമ്മറി, അതായത് അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ചൈതന്യ ചരിതാമൃതം രചിക്കുന്നതിന് വേണ്ടി കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് ഈ സ്വരൂപ ദാമോദരയുടെ ഡയറി കുറിപ്പുകളാണ്. അപ്പം അങ്ങനെ അദ്ദേഹം ഈ ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെയും അതുപോലെ സ്വരൂപ ദാമോദരയുടെയും ഡിപ്പാർച്ചറിന് ശേഷം അവർ രണ്ടുപേരും ഭൗതിക ലോകത്തുനിന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് രഘുനാഥദാസ ഗോസ്വാമി വൃന്ദാവനത്തിലേക്ക് പോയത്. അപ്പൊ അവിടെ പോയിട്ട് അദ്ദേഹം വളരെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഭജനകൾ നടത്തി. അതായത് 41 വർഷക്കാലം ശ്യാമകുണ്ടിലും രാധാകുണ്ടിലും ഒക്കെ ആയിട്ട് അദ്ദേഹം ജീവിച്ചിട്ട്, ഗോവർദ്ധന താഴ്വരകളിലും ഒക്കെ ജീവിച്ചിട്ട് അദ്ദേഹം
ഇങ്ങനെ ഭജന നടത്തുകയും അതുപോലെ തന്നെ അവരുടെ 41 വർഷം അങ്ങനെ എന്താ പറയാ ആ ജീവിതം മുഴുവൻ അദ്ദേഹം രഘുനാഥദാസ ഗോസ്വാമി അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഭഗവാന് വേണ്ടി സമർപ്പിച്ചു രാധാകുണ്ടില. അപ്പൊ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തില് എല്ലാ പരിശുദ്ധരായിട്ടുള്ള ഭക്തന്മാരും ഈ രഘുനാഥദാസ ഗോസ്വാമിയാൽ പ്രചോദിതരായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ മനോഭാവം അല്ലെങ്കിൽ ഭഗവത് പ്രേമം, രാധാകൃഷ്ണന്മാരോടുള്ള പ്രേമം. ഈ അദ്ദേഹം ഒരു ഈ ജഗന്നാഥപുരി താമസിക്കുന്ന സമയത്ത് ഭഗവാൻ എപ്പോഴും പറയല്ലോ ലളിതമായ ജീവിതമായിരിക്കണമെന്ന്. അപ്പൊ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ എന്താ പ്രസാദം ഭക്ഷണമൊക്കെ കഴിക്കുന്നതിനകത്ത് അദ്ദേഹം വളരെ ചുരുക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ പോയി സിംഹദ്വാരത്തിൽ പോയി നിന്നിട്ട് അവിടെ നിന്നുള്ള പ്രസാദമൊക്കെ വാങ്ങി കഴിക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹം അവിടെ പോയി പ്രസാദം വാങ്ങാതെ അദ്ദേഹം ഈ ഇവര് വേസ്റ്റ് കൊണ്ടിടും, പ്രസാദം റൈസും ഒക്കെ അധികം വരുന്നതെല്ലാം കൊണ്ടിടും. അവിടെയൊക്കെ പോയിട്ടാണ് മറ്റ് നായ്ക്കളോ പൂച്ചകളോ ഒക്കെ അവിടെ പോയി കഴിക്കും. ആ സമയത്ത് അവിടെ പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്തുനിന്ന് ചോറ് വാരിയെടുത്ത് കൊണ്ടുപോയി കഴുകി ഒരു നേരം അതാണ് പിന്നെ ഭക്ഷിക്കാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ചൈതന്യ മഹാപ്രഭു മനസ്സിലായത് അദ്ദേഹം ഇങ്ങനെയാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നത്, പ്രസാദം കഴിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ സിംഹദ്വാരത്തിൽ അവിടെ നിന്നിട്ട് പ്രസാദം ആരോടും വാങ്ങി കഴിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി. അപ്പൊ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ഈ ചോറ് വാരി എടുത്തു കൊണ്ടുപോയി കഴുകി അതിങ്ങനെ ഭക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ചൈതന്യ മഹാപ്രഭു അവിടെ ചെല്ലും. ചൈതന്യ മഹാപ്രഭു ഇത് അറിഞ്ഞോണ്ടാ ചെല്ലുന്നത്. ചെന്നിട്ട് ചോദിക്കും, ആഹാ, നീ ഇത്രയും നല്ല പ്രസാദം കഴിക്കുന്നു, നീ എന്താണ് എനിക്ക് തരാതെ നീ ഇത് കഴിക്കുന്നത്? ഭയങ്കര സന്തോഷമായി ചൈതന്യ മഹാപ്രഭു. കാരണം അത്രമാത്രം റിനൻസിയേഷൻ. അപ്പൊ ഒരു ആചാര്യൻ എന്നുള്ള നിലയില് നാളെ ലോകമെമ്പാടും അറിയപ്പെടേണ്ട ആചാര്യന്മാരാണ് ഇവർ ഓരോരുത്തരും. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ആ ഒരു ആചാര്യൻ എന്നുള്ള നിലയിൽ എത്രമാത്രം അവരെ പരിത്യാഗികളാക്കാൻ വേണ്ടിയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പല പ്രകാരത്തിലും അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് അപ്പൊ ഇദ്ദേഹം കൊടുക്കാൻ മടിക്കും. ഇത് അങ്ങയ്ക്ക് കഴിക്കാൻ പാടില്ല, ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അങ്ങയ്ക്ക് തരാമെന്ന് അദ്ദേഹം മഹാപ്രഭു എന്താണ് അതിനകത്തുനിന്ന് വാരി അദ്ദേഹം കഴിക്കും. എന്നിട്ട് പറയാ, ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ള രുചികരമായ പ്രസാദം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പലതരത്തിലും അദ്ദേഹം ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മുടെ വരും തലമുറയ്ക്ക് മുതൽക്കൂട്ടുകളാണ് ഈ ഗോസ്വാമിമാര്. അവരുടെ ഗ്രന്ഥങ്ങള്, അവര് വൃന്ദാവനത്തിൽ കാഴ്ചവെച്ച ലീലകൾ. അതേപോലെ തന്നെ അദ്ദേഹം തന്റെ ശരീരത്തിൽ വൃന്ദാവനത്തിൽ പോയതിനു ശേഷം അദ്ദേഹം തന്റെ ശരീരത്തില് ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ ഒരുപാട് എന്താ പറയാ ലീലകള് അവരവിടെ ചെന്നിട്ട് അവരുടെ ജീവിതത്തിന്റെ റിനൻസിയേഷൻ എങ്ങനെയാണെന്ന് കാട്ടിത്തന്നു. അങ്ങനെ രാധാകുണ്ടിലായിരുന്നു അദ്ദേഹം കൂടുതൽ നാളും കഴിച്ചുകൂട്ടിയത്. അപ്പോ അവിടെ പോയിരുന്ന ഉച്ചയ്ക്കൊക്കെ, അതായത് ഭയങ്കര സൂര്യ താപത്തില അവിടെ പോയിരുന്ന അദ്ദേഹം നാമം ജപിക്കും ഉച്ചയ്ക്ക്. അപ്പൊ നാമം ജപിക്കും, ഭയങ്കര വെയിലാണ്. ഈ ശ്യാമകുണ്ടിന്റെ തീരത്ത് പോയിരുന്ന നാമം ജപിക്കുന്ന സമയത്ത് രാധാറാണി വന്നിട്ട് ഇദ്ദേഹത്തിന് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി സാരിത്തുമ്പെടുത്ത് ഇങ്ങനെ കൊടയായിട്ട് പിടിച്ചു കൊടുക്കുമായിരുന്നു. രാധാറാണി സ്വയം വന്നിട്ട് രാധാറാണിയുടെ സാരിത്തുമ്പ്, അതായത് മുന്താണി പിടിച്ച് ഇങ്ങനെ അദ്ദേഹത്തിന്റെ തലയിൽ പിടിച്ചു കൊടുക്കുമായിരുന്നു വെയിൽ കൊള്ളാതിരിക്കാൻ. അതേപോലെ ചില സമയത്ത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഭഗവാൻ സ്വയം എന്താ പറയാ
ഹരേ കൃഷ്ണ. മാതാജി കട്ടാവുന്നുണ്ട് മാതാജി. എനിക്കും തോന്നി. ഞാന് ഇപ്പൊ ഓഫ് ചെയ്ത്, എന്റെ വീഡിയോ ഓഫ് ചെയ്ത്. ഇപ്പൊ കാണോ? ഇപ്പൊ കുഴപ്പമില്ല മാതാജി, പറഞ്ഞു. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, രഘുനാഥദാസ ഗോസ്വാമി അവിടെ ഇരുന്ന് നാമം ജപിക്കുമ്പം രാധാറാണി ദുപ്പട്ട കൊണ്ടുവന്ന് തലയില് പിടിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ കടുവകൾ വെള്ളം കുടിക്കാൻ, രാധാകുണ്ടിൽ വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണന് എന്താ പറയാ, ഗോപന്റെ വേഷത്തിൽ വന്നിട്ട് ഈ കടുവകളെ തെളിച്ചു കൊണ്ടുപോകുമായിരുന്നു, അദ്ദേഹത്തെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ ഭഗവാനും രാധാറാണിയും ഒക്കെ ഒരുപാട് ഈ രഘുനാഥദാസ ഗോസ്വാമിയെ സേവിച്ചിട്ടുണ്ട്. അത്തരം അപ്പൊ അങ്ങനെ അതിനുശേഷമൊക്കെ, അപ്പൊ ഞാൻ ഇത്രയും കഥകളൊന്നും ഒന്നിച്ച് പറഞ്ഞെന്നേ ഉള്ളു. 92-ാമത്തെ ശ്ലോകം അതിനകത്താണ് പറയുന്നത്, അമ്പ സ്വരൂപ ദാമോദരനോടുകൂടി ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ സേവിക്കാനുള്ള അവസരം രഘുനാഥദാസ ഗോസ്വാമിക്ക് കിട്ടി. ശ്ലോകം 93. ഷോഡശ വത്സര കൈല അന്തരംഗ സേവന സ്വരൂപേര അന്തർധാനേ അയില വൃന്ദാവന. അദ്ദേഹം 16 വർഷം ജഗന്നാഥപുരിയിൽ മഹാപ്രഭുവിന് സ്വകാര്യ സേവനം അനുഷ്ഠിച്ചു. അനന്തരം മഹാപ്രഭുവിന്റെയും സ്വരൂപ ദാമോദരന്റെയും അന്തർധാനത്തിന് ശേഷമാണ് അദ്ദേഹം ജഗന്നാഥപുരി വിട്ട് വൃന്ദാവനത്തിലേക്ക് പോയത്. അതൊക്കെ നമ്മൾ പറഞ്ഞു. വൃന്ദാവനെ ദുയി ഭായിര ചരണ ദേഖിയ ഗോവർദ്ധനെ തെജീവ ദേഹ ഗോപാദ കരിയ. ശ്രീല രഘുനാഥദാസ ഗോസ്വാമി വൃന്ദാവനത്തിലേക്ക് പോകുവാൻ ഉദ്ദേശിച്ചത് ശ്രീരൂപനെയും സനാതനെയും ദർശിച്ചതിന് ശേഷം ഗോവർദ്ധനഗിരിയിൽ നിന്ന് താഴേക്ക് ചാടി ജീവൻ വെടിയണമെന്ന വിചാരത്തോടെയായിരുന്നു. അപ്പൊ അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ഗോവർദ്ധനഗിരിയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതി പണ്ട് വിശുദ്ധരായ വ്യക്തികള് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവും സ്വരൂപ ദാമോദരനെയും തിരോധാനത്തിന് ശേഷം അത് ഇവരുടെ രണ്ട് ഉത്കൃഷ്ട വ്യക്തികളാണ്. അവരുടെ വിരഹം ഭയങ്കര കഠിനമായിട്ട് തോന്നി അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വിചാരിച്ചു, വൃന്ദാവനത്തിൽ പോയിട്ട് ഈ രൂപ ഗോസ്വാമിയെയും സനാതന ഗോസ്വാമിയുടെയും പാതാരവിന്ദങ്ങളിലെ ദർശനം എടുത്തതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ ഗോവർദ്ധനഗിരിയുടെ മുകളിൽ നിന്ന് ചാടി ജീവൻ വെടിയാൻ തീർച്ചയാക്കുകയാണ് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ശ്ലോകം 95. നിശ്ചയകരി ആയില വൃന്ദാവനെ ആശിരൂപ സനാതനേര വന്ദില ചരണേ. അപ്രകാരം ശ്രീല രഘുനാഥദാസ ഗോസ്വാമി വൃന്ദാവനത്തിൽ വന്ന് രൂപ ഗോസ്വാമിയെയും സനാതന ഗോസ്വാമിയെയും സന്ദർശിച്ച് അവരുടെ പാദങ്ങൾ വന്ദിച്ചു. അങ്ങനെ അദ്ദേഹം രൂപഗോസ്വാമിയെ സനാതന ഗോസ്വാമിയൊക്കെ സന്ദർശിച്ചു. അവരുടെ പാദങ്ങളൊക്കെ ദർശനമൊക്കെ എടുത്ത് അവരോടൊപ്പം നിന്നു. അപ്പം എന്താ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്? താബേദു ഈ ഭായി താൻ രേ മരിദേ നദീല നിജ തൃതീയ ഭായി ഖരി നികടേ രാഖീല. ഈ രണ്ട് സഹോദരന്മാരും അദ്ദേഹത്തെ മരിക്കുവാൻ അനുവദിച്ചില്ല. അവർ അദ്ദേഹത്തെ അവരുടെ മൂന്നാമത്തെ സഹോദരനായി സ്വീകരിച്ച് അവരുടെ കൂടെ ചേർത്ത് സംരക്ഷിച്ചു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പാദങ്ങൾ വന്ന് ദർശിച്ചതിന് ശേഷം പറഞ്ഞത് എന്താന്ന്, ഒരിക്കലും നീ മരിക്കാൻ പാടില്ല, ഭഗവാന്റെ സേവ ഞങ്ങളോടൊപ്പം ചെയ്യണം എന്ന് പറഞ്ഞ് മൂന്നാമത്തെ സഹോദരനായിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. അതായത് രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും സഹോദരങ്ങളാണ്. അവരുടെ മൂന്നാമത്തെ സഹോദരനായിട്ട് തന്നെ രഘുനാഥദാസിനെ സ്വീകരിച്ചു. മഹാപ്രഭുര ലീലയത ബാഹിര അന്താര മുഖേ ശൂനെ നിരന്തര. രഘുനാഥദാസ ഗോസ്വാമി സ്വരൂപ ദാമോദരന്റെ സഹായിയായിരുന്നതിനാൽ അദ്ദേഹത്തിന് മഹാപ്രഭുവിന്റെ ലീലകളെ കുറിച്ച് കൂടുതൽ അറിയാമായിരുന്നു. അപ്രകാരം രൂപനും സനാതനും എല്ലായ്പ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ഇത് ശ്രവിക്കുക പതിവായി. അങ്ങനെ രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും വിചാരിച്ചു, എന്തായാലും ഈ സ്വരൂപ ദാമോദരന്റെ ശിഷ്യനായിട്ടിരുന്നത് കൊണ്ട് രഘുനാഥദാസ ഗോസ്വാമിക്ക്
ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചും അത് സ്വരൂപ ദാമോദരനെ കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ അതുകൊണ്ട് അവര് കിട്ടുന്ന സമയമെല്ലാം രഘുനാഥദാസനിൽ നിന്ന് ഭഗവാന്റെ ലീലകളെ കുറിച്ച് വർണ്ണിക്കുന്നത് കേൾക്കാൻ തുടങ്ങി. അന്നജല ത്യാഗ കൈല അന്യകഥന പലതുയി തിനമഠാകരേന ഭക്ഷണ. രഘുനാഥദാസ ഗോസ്വാമി ക്രമേണ ഭക്ഷണവും ജലവും ഉപേക്ഷിക്കുകയും ഏതാനും തുള്ളി മോര് മാത്രം കുടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പരിത്യാഗികൾ. അതൊക്കെ ഏറ്റവും വലിയ തപശ്ചര്യകളാണ്. അവരുടെ ഭക്ഷണത്തെ കുറയ്ക്കുക, അവരുടെ ശരീരത്തിന് പീഡനം നൽകുക, ഇതൊക്കെ ഗോസ്വാമിമാരെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. കാരണം അവരത്രമാത്രം പരിത്യാഗം പരിശീലിക്കുന്നവരാണ്. സഹസ്രദണ്ഡവത്കരലേയ ലക്ഷനാമ ദുയി സഹസ്ര വൈഷ്ണവേരെ നിത്യ പരിണാമ. അദ്ദേഹം ഒരു നിത്യധർമ്മം എന്ന നിലയിൽ പതിവായി ഭഗവാൻ 1000 പ്രണാമങ്ങൾ അർപ്പിക്കുകയും കുറഞ്ഞത് 1,00,000 ദിവ്യനാമങ്ങൾ ജപിക്കുകയും 2000 വൈഷ്ണവരെ നമസ്കരിക്കുകയും ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ നിത്യധർമ്മമായിട്ട് അദ്ദേഹം ഏറ്റെടുത്ത 3 കാര്യങ്ങൾ: ഭഗവാൻ 1000 പ്രണാമങ്ങൾ അർപ്പിക്കുക, 1,00,000 ദിവ്യനാമം കുറഞ്ഞത് ജപിക്കുക, 2000 വൈഷ്ണവരെ നമസ്കരിക്കുക, അവരെ ആലിംഗനം ചെയ്യുക. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാന് 99ാമത്തെ ശ്ലോകം വരെ എടുത്തിട്ടുണ്ട്. നമുക്കിനി വേറൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ. ശ്രീല ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, ശ്രീ ചൈതന്യ ചരിതാമൃതം ഗ്രന്ഥരാജ്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. പോലെ എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരോഹ്യശ്ച കൃപാസിന്ധോഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ജയ് ഗൗര പ്രേമാനന്ദേ. ഹരി ഹരി. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്.